നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഒരു തോട്ടം ഒടിഞ്ഞു പോയത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലപോലെ കായുമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നിന്ന തോട്ടമാണ്. ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇങ്ങോട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. ഒരു പ്രദേശം മൊത്തം ഒടിച്ചിട്ടായിരുന്നു. ഇങ്ങനെ മുകളിലോട്ടും നല്ല ചെടിക്ക് അത്യാവശ്യം ഹൈറ്റ് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കാറ്റ് വരുമ്പോൾ ഒരു കുറച്ച് ഒക്കെ ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിന്ന നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരുന്ന ഒരു തോട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. ഈ കർഷകർ കടവും മേടിച്ച് സംഗതി പണിത് കയറ്റി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ആ തോട്ടം പോകുകയെന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ ഒരു തട്ട പോലും ഇല്ല നേരെ നിൽക്കില്ല, കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇനിയും നല്ലപോലെ ഫംഗിസൈഡുകൾ കൊടുക്കുക. ഇപ്പോൾ തുരിശടിച്ചു, അത് കഴിഞ്ഞ് പുതിയ ചിമ്പുകൾ ഇങ്ങനെ അടിപ്പിച്ച് എടുക്കുക, അതിൻ്റെ വേര് പോകാതെ നിർത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ തട്ടയെല്ലാം കെട്ടി ഒതുക്കിയിട്ടൊക്കെയാണ്. പിന്നെ അതൊരു കയറി നടക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെടി ഒടിച്ചു കളഞ്ഞു. ഓരോ ശാരത്തിൻ്റെയൊക്കെ നീളം, അത് പുതിയ ശാരമൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ശാരമൊക്കെ ആയിരുന്നു. എല്ലാം പകുതി മുക്കാലും കമറിലുമായി നിൽക്കുകയാണ്. ഇനി വെയിലും കൂടി കൂടുതലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ശാരം എല്ലാം ഒരു പൊള്ളൽ പോലെയാകും. അതിന് മുമ്പ് അതിന് പുതിയ ചിമ്പ് കയറി വന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കായൊക്കെ കിട്ടിയാൽ കിട്ടും. ഇപ്പം ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളിയോട് ഇതിൻ്റെ നഷ്ടപരിഹാരത്തിന് എന്നായാലും എവിടെയായാലും ഒരു അപേക്ഷ കൊടുക്കാമെന്ന് വെച്ചാൽ എന്നാ കിട്ടാനോ ഒരു ചെടിക്കൊക്കെ നമ്മൾ മുടക്കി ആ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നൊന്നും പര്യാപ്തമല്ല. പിന്നെ അതിൻ്റെ പുറകെല്ലാം നടക്കുകയും വേണം. പിന്നെ ഏക്കറിന് 1000 കിലോ ആയാലും കിട്ടേണ്ട രീതിയിൽ നിന്ന ചെടികളാണ്. അതിൻ്റെ എല്ലാം ഒരവസ്ഥ ഉണ്ടോ, ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കി തുടങ്ങി. അതോരോ ചെടിയുടെ തട്ടയുടെയൊക്കെ വലിപ്പം കണ്ടോ, പിശേറിയോ പോള പൊളിച്ചിലോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല ആരോഗ്യത്തോടെ നിന്ന ചെടികളായിരുന്നു. ഒരു സൈഡല്ല, 2 സൈഡും ഇങ്ങനെ കിടക്കുകയാണ്. ആ മുകളിലത്തെ ഒരു ലൈൻ ഓടിക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു വേലിയാണ്, അതിനപ്പുറത്തെ റോഡുമാണ്. അതുകൊണ്ട് ആ വേലി കൂട്ടിയുള്ള അടുത്ത് കാറ്റ് പിടിക്കാതെ ഒരു ലൈൻ മാത്രം ഓടിക്കാതെ എടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ചെടി തട്ട ഓടിച്ചു കളഞ്ഞു. ഈ വർഷം ഇതുപോലത്തെ ഒരു കാറ്റ്, അത് ആദ്യത്തെ 1-2 ദിവസത്തെ കാറ്റിലൊക്കെ 1-2 തട്ടയൊക്കെ ഒടിഞ്ഞ് ചെറുതായിട്ട് നിൽക്കുമായിരുന്നു. 3-4 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കണ്ടിന്യൂ നിൽക്കാതെയുള്ള കാറ്റിൽ ആ 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ചെടി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒടിച്ച് കളഞ്ഞത്. ഇനിയും ഇതിനകത്ത് വെട്ടം വെളിച്ചം കാറ്റോട്ടം എല്ലാം ഉണ്ടാകണം. നല്ലപോലെ ഫംഗിസൈഡുകൾ കൊടുക്കണം. ആ വേരിന് ഉള്ള വേര് അഴുകിപ്പോകാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ ചിമ്പ് അടിച്ച് പുതിയ ചെടിയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പുതിയ ചിമ്പ് വന്ന് 2-3 ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒടിഞ്ഞ തട്ടകളെല്ലാം നമ്മൾ നീട്ടിയിട്ട്, ഈ തണ്ട് നീട്ടിയിട്ട് ഈ ഇലയുടെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പോഴത്തേക്കും അതിന് വേണ്ട ഫുഡ് ആ വരുന്ന ചിമ്പിന് അതുവരെ തിന്നാനായിട്ടുള്ളൊരു ഫുഡ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നല്ല രീതിയിൽ കാ പിടിച്ച് നിന്ന തോട്ടമായിരുന്നു. അത് ഈ ഒരു കണ്ടീഷനിൽ പോയി. ഇങ്ങനെ താഴോട്ടും ഒരു പ്രദേശം മൊത്തത്തോടെ അടിച്ച് ഓടിച്ചു കളഞ്ഞു. ഒരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കഴിഞ്ഞ മാസം ഫീൽഡ് കാണാൻ വരുമ്പോഴത്തേക്കും ആ നല്ലപോലെ നിന്ന ചെടികൾ ആ ഒരു മാസം കൊണ്ട് ആ ഒരു മഴയും കാറ്റും ചെയ്ത ഒരു കടുങ്കൈ, ഒരു പകുതിയൊക്കെ ഒടിച്ച് ചെടിക്ക് ശരത്തിനൊക്കെ ഒരുമാതിരി ജീവനുണ്ട്. കായൊക്കെ സെറ്റാകുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. തിരിച്ചൊക്കെ അടിച്ച് കഴിഞ്ഞ് ഫ്ലവറിങ്ങുമൊക്കെ ഉണ്ട്. ഈ കംപ്ലീറ്റ് ഒടിഞ്ഞു പോയ പ്രദേശങ്ങൾ കംപ്ലീറ്റ് നശിച്ച് തന്നെ പോകും.